ഈശോയിൽ സ്നേഹം നിറഞ്ഞ വിധികർത്താക്കളെ, പ്രിയ കൂട്ടുകാരെ, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും എന്ന സങ്കീർത്തകന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന രണ്ട് വിശുദ്ധ ജീവിതങ്ങളായ വിശുദ്ധ എപ്രാസ്യാമ്മയുടെയും വിശുദ്ധ ചാവറച്ചൻ്റെയും മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കട്ടെ. മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവനിക്ഷേപം. കാലം മാറി, കോലവും ആധുനികതയുടെ നേർവരമ്പുകളിൽ ഈ വിഷയം ഏറെ പ്രസക്തമാണ്. പലപ്പോഴും മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവനിക്ഷേപം എന്ന ചിന്തയ്ക്ക് കുറവ് വരുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പണ്ടൊക്കെ 8ഉം 10ഉം മക്കളുണ്ടായിരുന്ന നമ്മുടെയൊക്കെ പൂർവികരിൽ നിന്ന് കാലത്തിൻ്റെ 4 പടികൾ പിന്നിട്ടപ്പോൾ അത് 1ഉം 2ഉം ഒക്കെ ആയി ചുരുങ്ങി. ഇപ്പോൾ നമ്മളുടെ 2 നമുക്കെന്തിന് എന്ന ചിന്തയിലേക്ക് നാം വളർന്നുകൊണ്ടിരിക്കുന്നു. സുഖലോലുപതയുടെയും സൗഭാഗ്യങ്ങളുടെയും പിന്നാലെ പായുന്ന മനുഷ്യർക്ക് മക്കൾ ഒരു ഭാരമായിക്കൊണ്ടിരിക്കുന്നു. നല്ല മൂല്യങ്ങൾ വളർത്തുന്നതിൻ്റെ ഭാഗമായി നല്ല മാതൃകകൾ കാണിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയാതെ വരുന്നു. ഇതെല്ലാം നമ്മെ ഉദ്ദേശിച്ചല്ല പറയുന്നത്, മറിച്ച് ഇതുപോലുള്ളവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. മദ്യവും മയക്കുമരുന്നും നമ്മുടെ കുടുംബത്തിനിടയിലേക്കും നമ്മളുടെ മക്കളുടെ ഇടയിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ കുടുംബജീവിതങ്ങൾക്ക് എന്നും മാതൃകയും മാതൃകാദീപവുമായി വിശുദ്ധ ചാവറച്ചൻ്റെയും വിശുദ്ധ എപ്രാസ്യാമ്മയുടെയും ജീവിതത്തിൻ്റെ വേറിട്ട വിശുദ്ധി നമുക്ക് കാണിച്ചു തരികയാണ്. മക്കൾ മാതാപിതാക്കളുടെ കൈകളിലെ ദൈവനിക്ഷേപം എന്ന് എത്ര നേരത്തെ ഓരോ കുടുംബങ്ങൾ തിരിച്ചറിയുന്നു, അത് നമ്മുടെ സമൂഹത്തിന് ഏറെ ഗുണകരമാണ്. ഈ വിഷയത്തിൻ്റെ പരിസമാപ്തിയിൽ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഒന്ന്, നിങ്ങൾ മാതാപിതാക്കളോടാണ്. ദൈവത്തിൻ്റെ ദാനമായ മക്കളെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന പ്രിയ മാതാപിതാക്കളെ, ഈ ലോകത്തുകളുള്ള അറിവുകളോടൊപ്പം ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവഭക്തിയിലും വളർന്നു വരാൻ നമ്മൾ അവരെ പരിശ്രമിക്കണം. രണ്ടാമത്തേത്, മക്കളായ നാം ഓരോരുത്തരോടുമാണ്. മദ്യത്തിൻ്റെയും മറ്റു മയക്കുമരുന്നിൻ്റെയും കളാരഹസ്തങ്ങൾക്ക് പിടിക്കപ്പെടാതെ തിരിച്ചറിവിൻ്റെയും സത്യത്തിൻ്റെയും പാതയിലൂടെ വളർന്നു വരാൻ നമുക്ക് പരിശ്രമിക്കാം. ആയതിനാൽ യേശു പഠിപ്പിച്ച നിഷ്കളങ്കമായ ഹൃദയത്തിൻ്റെ മാതൃക നമ്മുടെ ജീവിതത്തിൽ എന്നും മാതൃകയും തുണയുമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.